ഒന്ന് എടുത്തരോ? എന്താണ്? എന്തിനാ ഇങ്ങനെ വിളിച്ചു പോണേ? അല്ല മാം, ഈ ബാഗ് ഒന്ന് എടുക്കാൻ എത്തണില്ല, അതാ ഏട്ടനെ വിളിച്ച. ഇതെടുക്കാനാണ് അവനെന്തോ പടുത്തിറക്കിലാണ്, ഞാൻ എടുത്തരാ. എന്റെ മോളെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെ, ഹൈറ്റ് ഇല്ലാത്തോണ്ട്. ഇത്രയും അടുത്തിരിക്കുന്ന സാധനമൊക്കെ എടുക്കാൻ ഒരാള് വേണമെന്ന് പറയുമ്പോ ഇത്ര കഷ്ടമാണ്. എന്റെ ദൈവം, എനിക്ക് പേടിയാവുന്നു. മുന്നോട്ടൊക്കെ നോക്കുമ്പോ എന്താണ് അവസ്ഥ? എല്ലാത്തിനും അവൻ പുറകെ നടക്കേണ്ടി വരില്ലേ? നിനക്കൊരു സാധനം പോലും എടുക്കാനുള്ള പൊക്കമില്ലല്ലോ. എന്റെ ദൈവം, എനിക്ക് ചിരിയും വരുന്നു, വിഷമവും വരുന്നു. അല്ല, ഞാൻ ആലോചിക്കണായിരുന്നേ, ചോദിക്കണം വിചാരിച്ചാണ്. മോളുടെ അച്ഛന് ഹൈറ്റ് ഇല്ല അല്ലെ? അമ്മയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അച്ഛന്റെ കുടുംബത്തിലെ പാരമ്പര്യമായിരിക്കും മോൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും പൊക്കമുള്ളവരാ. അച്ഛന്റെ ഫാമിലിയിലാ, അച്ഛന്റെ അമ്മായിക്ക് അച്ഛമ്മയ്ക്കൊന്നും പൊക്കമില്ലാത്തവരാ. അയ്യോ, വല്ലാത്തൊരവസ്ഥയാട്ടാ. മോളെ പെണ്ണ് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നില്ലേ, ആ സമയത്ത് അച്ഛനും അമ്മയും കൂടെ നിക്കണ കണ്ടപ്പോ ഞെട്ടിപ്പോയി. അച്ഛൻ ചെറുതും അമ്മ വലുതും. അയ്യോ, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു ശീലമില്ല. ഹൈറ്റ് ഇല്ലേ ഇങ്ങോട്ട് പിടിച്ച് കെട്ടിക്കില്ല. അല്ലാണ്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കളിയാക്കുന്ന രീതിയിലേ. അയ്യോ, എങ്ങനെയാണ് എന്നിട്ട് അമ്മ ഇങ്ങനെ താഴേക്ക് നോക്കിയായിരിക്കുമല്ലേ അച്ഛനെ. അയ്യോ, എന്തൊരു അവസ്ഥയാണല്ലേ ഹൈറ്റ് ഇല്ലാന്നൊക്കെ പറയുമ്പോഴേ. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാർ. അപ്പൊ അതിലാണെങ്കിലും നോക്കടെ കെട്ടിയതേ നല്ല ഹൈറ്റ് അല്ലേ, അവൻ നല്ല ശരീരമല്ലേ. അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്, നല്ല ഒത്ത ശരീരമൊക്കെ ആയിട്ട്. ഓരോരുത്തർക്കും ഒരു രീതി. അച്ഛന്റെ പാരമ്പര്യമായി പോയി, അല്ലെങ്കിൽ മോക്ക് പിന്നെ ഹൈറ്റ് ഉണ്ടാവുകയെ. ഇതിപ്പോ ഒരുമാതിരി വല്ലാത്തായത് ഓരോ രീതിയേ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അവനെ വിളിക്കണ്ടാ, ഞാൻ എടുത്തുതരാം. ദൈവമേ, ഇതാരിത്? രാജിയുടെ മോളല്ലേ ഇത്? ദൈവമേ, ഇത്ര നാളെ കണ്ടിട്ട്. കുഞ്ഞിനെ ഞാൻ കുറെ എടുത്തോണ്ട് എടുത്തിട്ട് മോളെ. മനസ്സിലായില്ലേ ശേഖരൻ മാമൻ? അല്ല ശേഖര, നിനക്ക് മനസ്സിലായില്ലേ? ഇത് അനിലിന്റെ ഭാര്യയാടാ. അയ്യോ, ഞാനേ പെട്ടെന്ന് വിചാരിച്ചു കൊച്ചിനെ കണ്ടപ്പോളേ പെട്ടെന്ന് രാജിയുടെ മോളാന്ന്. ഇത് കൊച്ചു ഭയങ്കര കൊച്ചു കുഞ്ഞു പോലെ ഇരിക്കണേ. മനസ്സിലായില്ല എനിക്ക്. അനിലിന് നല്ല പൊക്കുണ്ടല്ലോ. എന്നിട്ട് കൊച്ചിനെ കിട്ടിയുള്ള ഇവര് ഭയങ്കര പൊക്ക വ്യത്യാസമായിരിക്കുമല്ലോ. ഇവക്കടെ കല്യാണാചന വന്ന സമയത്ത് ബ്രോക്കറി ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ അവിടെ ഹൈറ്റ് മനസ്സിലാവണ്, കയറ്റുണ്ടെന്നൊക്കെ വിചാരിച്ചങ്ങോട്ട് ചെന്ന്. പക്ഷെ അവിടെ പെണ്ണാണ് ചെന്നപ്പോ തീരെ പൊക്കൂല. അപ്പൊ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവളെ. പക്ഷെ അവനങ്ങ് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവനങ്ങ് ഇഷ്ടമായി. അവന്റെ ഇഷ്ടമാണോ വലുത്, പിന്നെ അവങ്ങ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ വരെയൊക്കെ ആയി. നീ കല്യാണത്തിന് വന്നില്ല, അതാണ് കാണാഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ അല്ലേ. ഓ, അനിലായിട്ട് ഒരു ചേർച്ചയില്ലാട്ടാ, കൊച്ചു കുഞ്ഞു പോലെ ഇരിക്കണത്, ഹൈറ്റില്ലല്ല. ഓ, ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യടാ, നടന്ന് പണ്ടാരടങ്ങി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വിധി തന്നെ. അല്ല, നീ എന്താ വന്നേ? തേങ്ങ ഒതിക്കാണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അതിനുവേണ്ടി വന്നാണ്. ചമ്മന്തി അരയ്ക്കാൻ കൂടി ഒരു തേങ്ങയില്ല. ആ തേങ്ങ മൊത്തം അടുക്കളപ്പുറത്ത് കിടക്കുന്നുണ്ട്. നീ ഒന്ന് പോച്ചിട്ടിട്ട് പോട്ടാ. അപ്പുറത്തോടെ വായോ. ദൈവമേ, എന്താണ് ഈ കാണിക്കണേ? അടങ്ങി, നീ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കല്ലേട്ടാ. ഞാൻ ചെയ്തോളാം, അതോടെ വെച്ചേ. ഇല്ലമ്മ, കുഴപ്പമില്ല, ഞാൻ ഇളക്കിക്കോളാം, ഞാൻ ഉണ്ടാക്കിക്കോളാം, കുഴപ്പമില്ല. നീ എങ്ങനെയൊക്കെ പറയും, ചൂട് സാധനാ. നിനക്കെന്നാലും അത് എത്തണമില്ല, മര്യാദക്കിട്ട് കാണണമില്ല. അതെങ്ങാനും തട്ടിത്തെറിഞ്ഞ് വീണ് നിന്റെ മുഖത്തെങ്ങാനും വീണ പൊള്ളി നാശാവും. ഒന്നാമതേ വെക്കൂല്ല, അതിൻ്റെ കൂടെ മുഖവും പൊള്ളി. എന്റെ കൊച്ചിന്റെ കൂടെ കൊണ്ടു നടക്കാൻ നാണക്കടാവൂട്ടാ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്കല്ലേ. എന്റെ ദൈവമേ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു സ്റ്റൂൾ എടുത്തിട്ട് അതിന്റെ പൊക്കത്ത് കയറി തിന്നിട്ട് തിളക്ക്. അല്ലാണ്ട് ഇപ്പൊ നിനക്ക് വേണ്ടി അടുക്കള മാറ്റാനൊന്നും പറ്റില്ലല്ലോ. സ്ലാവ് വിളിച്ചു പണിയാനൊക്കെ പറ്റുമോ? നടക്കണ കാര്യമാണ് അതൊക്കെ. അപ്പൊ പരിഹാരം ഉള്ള കാര്യം ചെയ്യ്, വെറുതെ അപകടം ഉണ്ടാക്കി വെക്കണ്ട. ആ ഒരു സ്റ്റൂൾ എടുത്ത് നോക്കി, അതിന് മുകളിൽ കയറി നിൽക്ക്. എന്റെ ദൈവമേ, ഒരു പൊക്കമില്ലെങ്കിൽ ഇത്രയൊക്കെ കുഴപ്പമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അയ്യോ, അമ്മ എന്താ അമ്മ ആലോചിക്കണേ? അല്ല മോളെ, ഞാൻ ആലോചിക്കുവായിരുന്നേ, പെട്ടെന്നൊരു പേടി പിടിച്ചതാ. നാളെ വല്ലാത്ത നിങ്ങൾക്ക് കൊച്ചുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാ ആ കൊച്ചുങ്ങൾക്ക് മോളുടെ പാരമ്പര്യം വല്ലതും ആയിരിക്കുമോ? അങ്ങനെ വന്നാ കൊച്ചുങ്ങൾക്ക് ഹൈറ്റ് കാണില്ല. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല. കുഞ്ഞുങ്ങള് കുരുട്ട് പിള്ളേര്, എന്തായിരിക്കും അവസ്ഥ? അവര് സ്കൂളിൽ ചെല്ലുമ്പോൾ കുള്ളിന്നൊക്കെ വിളിക്കില്ലേ? അയ്യോ, എന്റെ ദൈവമേ. ഞാൻ ഈ കല്യാണാചരണം വന്ന സമയത്ത് പെണ്ണ് കാണല് കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ പറഞ്ഞ വേണ്ട എടാ, കൊള്ളില്ല, അതെന്റെ ഭാവി പിള്ളേരെ ബാധിക്കും. 100 വട്ടം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയ അവനെവിടെ സമ്മതിക്കണ്.
എന്തായാലും ഇന്നോട്ട് നേർച്ച തരണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. കൊച്ചുങ്ങൾക്ക് നിന്റെ പാരമ്പര്യം വരരുത്. വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് ഇല്ലാണ്ടായി പോയില്ലേ, കുരുട്ട് പിള്ളേരായിരിക്കും. അയ്യോ അയ്യോ ദൈവമേ കാത്തോടെ. ഏട്ടാ, ഞാന് ഡ്രൈവിങ് പഠിക്കാൻ പോയിക്കോട്ടെ? 2 വീലറും 4 വീലറും എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്കൊരു ഭയങ്കര ആഗ്രഹം പോലെ. എപ്പോഴും ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സാധനം മേടിക്കാനൊക്കെ ആണെങ്കിൽ ചേട്ടനില്ലാത്തപ്പോൾ എനിക്ക് സ്കൂട്ടി എടുത്തോണ്ട് പോവാം. ലൈസൻസ് ഉണ്ടെങ്കിലേ ഞാനും പഠിക്കാൻ പോയിക്കോട്ടെ? ആഹാ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ചേരാ. പെണ്ണുങ്ങൾ ഡ്രൈവ് പഠിച്ചത് നല്ലതല്ലേ, നാളെ തന്നെ വേണേ ചേരാ. എടാ പൊട്ടാ, നീ അവള് പറയണേനൊക്കെ തുള്ളാൻ നിൽക്കണ. നിനക്ക് പ്രാന്തുണ്ടടാ. എടാ, അവളെ കൊണ്ടൊന്നും ഈ സ്കൂട്ടിയും കാറൊന്നും ഓടിക്കാൻ പറ്റില്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്കൂട്ടി തന്നെ അവൾക്ക് കാലെത്തുവോ? ഇവക്ക് കാലെത്തില്ല. നീ എന്നീ പറയണ്? അവൾക്ക് 2 സൈഡ് എത്തില്ല, വണ്ടി മറിയും. പിന്നെ കാറാണെങ്കിലോ, കാറിന്റെ ഉള്ളിൽ കയറി ഒരു 2-3 തലയണ വെച്ചിട്ട് വേണമായിരിക്കും ഈ കാറിന്റെ ഉള്ളിലെ ഗ്ലാസ്സിൽ കൂടെ റോഡ് വെക്കുകയാണെങ്കിൽ. അത്രയും പൊക്കൂല്ല. ഈ ആവാത്ത പണിക്ക് വലിയ പോകേണ്ട ആവശ്യമുണ്ട്. ഈ വെറുതെ പൈസ കളയാൻ വേണ്ടി നീ എന്തീ കാണിക്കരുത്, ഒന്ന് പിണ്ടാണ്ടിരിക്കുക എടുത്തിട്ട്. അല്ലമ്മ, ഞാന് വീട്ടില് എന്റെ ചേട്ടന്റെ സ്കൂട്ടിയിലൊക്കെ കയറി നോക്കിയിട്ടുണ്ട്, എനിക്ക് എത്തും. എന്റെ മോളെ, നീ എന്തായി പറയണ്? നിനക്ക് എവിടെ എത്താനാണ് സ്കൂട്ടി? അയ്യോ, എനിക്ക് കാലെത്തില്ല മോളെ. നമുക്ക് പറ്റാത്ത കാര്യം എന്തിനാണ് ചെയ്യണത്? മിണ്ടാതിരുന്നൂടെ? നമുക്ക് ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞ് നിൽക്കണം. ഡ്രൈവിങ് മോളെ കൊണ്ട് വരുന്ന പണിയല്ല. ഇനിയിപ്പോൾ അത്രയ്ക്കൊക്കെ ആഗ്രഹമാണെങ്കിൽ എടാ, നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അപ്പുകുട്ടിലില്ലേ, അവൻ്റെ ഒരു കുഞ്ഞു സൈക്കിളില്ലേ, ഈ 2 സൈഡ് വീഴാതിരിക്കാൻ വേണ്ടി ചെറിയ ടയറൊക്കെ ഉള്ള, സാധാ സൈക്കിളിന്റെ കൂടെ 2 സൈഡ് കുഞ്ഞു ടയറൊക്കെ ഉള്ള അതുകൂട്ടി ഒരു സ്കൂട്ടി മേടിച്ചു കൊടുക്ക്. ഈ മറ്റേ നമ്മുടെ ഈ വികലാംഗരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. അതുകൂട്ടൊരു സ്കൂട്ടി വെക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാവുമ്പോ കാല് ചവിട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഏത് നല്ല ഐഡിയ അല്ലേ? അമ്മയ്ക്ക് എന്തിന്റെ കേടാമേ? അമ്മ എന്തിനാ വെറുതെ അവളെ കളിയാക്കാൻ നിൽക്കരുത്? അവളുടെ തെറ്റുകൊണ്ടാണ് അവൾക്ക് ഹൈറ്റ് ഇല്ലാണ്ടായി പോയത്. അവളുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവൾക്ക് ഹൈറ്റ് ഇല്ലാണ്ടായി പോയത് അമ്മ എത്ര നാൾ അവളെ കളിയാക്കും? നാണമുണ്ട് അമ്മയ്ക്ക് ഇങ്ങനത്തെ വെറുതെ അവളെ പരസ്യമായിട്ട് അവമാനിക്കാൻ? എന്തൊരു മോശം! ഈ ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് എന്താ പ്രയോജനം? നല്ല ആരോഗ്യം, കോൺഫിഡൻസ് ഉള്ള മനസ്സാണ് ആർക്കും വേണ്ടത്. അത് അവക്കുണ്ട്. ഞാൻ അവളെ കല്യാണം കഴിച്ചത് എനിക്ക് അവളുടെ സ്നേഹം കൊണ്ട്, അല്ലാണ്ട് അവളുടെ നിറമോ ഹൈറ്റോ മുടിയോ വണ്ണോ ഒന്നും നോക്കിയിട്ടല്ല. അവൾക്ക് നല്ല സ്നേഹിക്കാൻ അറിയുന്നൊരു മനസ്സും നല്ലൊരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. വെറുതെ അമ്മ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. അമ്മയ്ക്ക് പരസ്യമായിട്ട് ഒരാളുടെ കുറവ് പറഞ്ഞ് കളിയാക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് സുഖം അമ്മയ്ക്ക് കിട്ടണത്? അമ്മ, എനിക്ക് അവളെയും അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അവളുടെ പൊക്കമില്ലായ്മ എനിക്ക് ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ തോന്നത്തുമില്ല. കേട്ടല്ലോ? ഇത് ഞങ്ങളുടെ ജീവിതം. എനിക്കോ അവക്കോ ഇല്ലാത്ത പ്രശ്നം അമ്മയ്ക്ക് വേണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ കയറി അമ്മ ഇടപെടുകയും വേണ്ട. കേട്ടല്ലോ? ഇനി മേലാൽ അമ്മയുടെ വായിന്ന് ഇത് വന്ന അവളുടെ മുന്നിൽ വെച്ച് അമ്മേനെ എനിക്ക് ഇതുപോലെ പറയാൻ അറിയാഞ്ഞിട്ടല്ല, പിന്നെ അമ്മയ്ക്ക് അവളുടെ മുന്നിൽ ഒരു വില ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കണം. തലേ കയറി നിരങ്ങരുത്. എടോ, സോറി. അമ്മ എങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ പല കാര്യത്തിലും നിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. സോറിടാ, ഞാൻ അമ്മയുടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് പൊക്കം കൂടുതലോ കുറവോ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിന്നെ കണ്ടതും നിനക്ക് സ്നേഹിക്കാൻ അറിയുന്നൊരു മനസ്സുണ്ട്, നല്ലൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് മാത്രം. അല്ലാണ്ട് ബാക്കിയൊന്നും നോക്കാൻ എനിക്കില്ല. എനിക്ക് അതിൻ്റെ പ്രശ്നമില്ല. നമ്മുടെ ജീവിതമാണ്. വേറെ ആരും അതിൻ്റെ ഇടയിൽ ഇടപെടുകയും വേണ്ട. നീ വിഷമിക്കാണ്ടിരിക്കുക.